ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിങ്കലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ ഹെയർ കെയർ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ബിസിയൊക്കെ ആയിപ്പോയി. മാത്രമല്ല നമ്മൾ തലയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഹെയർ കെയർ വീഡിയോസ് ഇടാൻ പറ്റില്ല അല്ലേ, കാരണം മാസ്ക് ഒക്കെ ആകുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഓരോ വീഡിയോസ് മാറ്റി മാറ്റി ഇട്ടത്. പിന്നെ നാട്ടിലൊക്കെ വന്നതല്ലേ, നാട്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് ഒരുപാട് പേര് മുമ്പേ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നാട്ടിലെത്തിയാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അതും കൂടി ഇതിൽ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ്. എങ്ങനെയാണ് നാച്ചുറലായിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെയർ ജെൽ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അധികം ആൾക്കാരും ഹെയർ ജെൽ യൂസ് ചെയ്യുന്നുണ്ട് ഒന്നാമത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഹെൽത്തിയർ ആയിട്ട് അതുപോലെ നല്ല സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഒരുപാട് പേർക്ക് വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാത്രമല്ല കുറച്ച് പേർക്കെങ്കിലും അത് എഫക്റ്റീവ് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. വിഷമിക്കണ്ട, നമുക്ക് പുതിയ ടിപ്സായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഏതാണ് നന്നായിട്ട് സ്യൂട്ട് ആവുക എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറയാം, അവരുടെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും ചെയ്യാൻ മുതിരാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഒന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനി അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾ ആരുടെ വീഡിയോ കണ്ടിട്ടാണോ അത് ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നത് അവരോട് അതൊന്ന് ചോദിച്ചു നോക്കുക. ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഇനി ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസും എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ. സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെയുള്ള ഗുണങ്ങൾ ഞാൻ മുരിങ്ങയിലയുടേത് ഒഴികെ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങളപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം.
മുരിങ്ങയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, കഴിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ്. നമ്മൾ താളിയൊക്കെ ആക്കുന്നത് പോലെ മുരിങ്ങയില പിഴുതിട്ട് അതിൻ്റെ വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മുടെ തലയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ 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 നല്ലതാണ്. കഴിച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നിങ്ങൾ ചെറുപ്പകാലം മുതൽ തന്നെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനിയുള്ളൊരു വീഡിയോയിൽ പറയാം. ഇതിൽ മുരിങ്ങയില മുടിയിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കാണാം. ലോങ്, തിക്ക്, ഹെൽത്തിയർ ആയിട്ടുള്ള മുടി നമുക്ക് മുരിങ്ങയില അധികം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇതിൽ ധാരാളം വിറ്റാമിൻസ്, അതുപോലെ തന്നെ മിനറൽസ്, അതുപോലെ അമിനോ ആസിഡ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുടിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും സഹായിക്കും. എന്ന് വെച്ചാൽ ദിവസം ഉപയോഗിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഒരു തവണയൊക്കെ തന്നെ ധാരാളമാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് മുരിങ്ങയിലയിലും. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് അതുപോലെ സ്കാൽപ്പിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഇത്രയാണ് മുരിങ്ങയിലയുടെ. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ ഒത്തിരി വീണ്ടും ലെങ്ത് ആവും. കാരണം ഇത് അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ താളി കാര്യങ്ങളൊക്കെ ഇനിയുള്ളൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ജെല്ലൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാനിത് അമ്മിയിൽ വെച്ച് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ശരിക്കും നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാർ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്താൽ മതി. അതായത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മുരിങ്ങയിലയുടെ ആ ഒരു നീര് മാത്രം ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഞാനതങ്ങനെ അരിച്ചെടുത്തിട്ടില്ല. നിങ്ങളങ്ങനെ അരിച്ചെടുത്താൽ മതി. ഇനി അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുടിയിൽ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ കറ്റാർവാഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ടാവും എന്നുള്ള കാര്യം മറക്കണ്ട. പറ്റാത്ത ആൾക്കാർ ആ റിസ്കിന് എടുക്കണമെന്നില്ല. പക്ഷെ അല്ല എങ്കിൽ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ജെല്ലാണെങ്കിലും തലയിൽ തണുപ്പ് തരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മുടി താനെ വളർന്നോളും. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാത്തത് തലേ ദിവസം നന്നായിട്ട് മുളകൊക്കെ അരച്ചെടുത്തതാണ്. അപ്പോൾ എനിക്കൊരു പേടിയാണ്. ആ തലയിലാണ്, സ്കാൽപ്പിലാണ് എന്തൊക്കെ കഴുകിയാലും ഒരു പേടി. അതുകൊണ്ട് പിന്നെ അമ്മിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്തത്. പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ദിവസങ്ങളോളം ഇത് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇല്ല വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, ഈ ഒരു അളവിലൊക്കെ ആണെങ്കിൽ ഒന്ന് വേണമെന്നില്ല, ഒരു പകുതിയൊക്കെ മതിയാവും. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഈ കുറച്ചുകൂടെ നാളിത് ചീത്തയാവാതെ കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും എടുക്കുന്നില്ല, കാരണം കൈവച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് നേരത്തെ കുറച്ച് ആക്കി വെച്ചതിൻ്റെ ബാക്കി വന്നത് ഞാൻ ഒരു പാത്രത്തിലേക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടിയൊന്ന് സെറ്റായി കിട്ടാനൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കയ്യിൽ തൊട്ട് പുരട്ടിയിട്ട് അങ്ങനെ വിട്ടേച്ചാൽ മതി. മുടി നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇനി മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ ഇത്തിരി ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ഷൈനിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പുറത്തൊക്കെ പോവുകയാണെങ്കിലൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക്. കാരണം അത്രയും ഗുണങ്ങളുള്ളതാണ്. വെറുതെ കെമിക്കൽ ജെല്ലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് വെറുതെ തലയുടെയും സ്കാൽപ്പിൻ്റെയും ഒന്ന് ആരോഗ്യം ചീത്താക്കി കളയണ്ട. മുടി കൊഴിച്ചിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട്. അത് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു ജെല്ലൊക്കെ ആണെങ്കിൽ മുടിക്ക് നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കുകയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഡ്രൈ ഹെയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒരിത്തിരി ഓയിലും കൂടി ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ അറിയാലോ, മുടി പൊട്ടിപ്പോകുന്നവർക്കൊക്കെ മുടിയുടെ എലാസ്റ്റിസിറ്റി കൂട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഫ്ലാക്സീഡ് ജെൽ എന്ന് പറയുന്നത്. അതുപോലെ കറ്റാർവാഴയുടെ ഗുണങ്ങളും നിങ്ങൾക്കറിയാം. ഞാൻ ഓൾറെഡി വീഡിയോസ് ഇത് രണ്ടിൻ്റെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഹെയർ കെയർ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു 10-40ഓളം വീഡിയോക്ക് മുകളിൽ ഞാൻ ഹെയർ കെയർ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒപ്പം തന്നെ ചിലർക്ക് പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർക്ക് ചെറിയൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയൊരു മുടി വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് എന്നുള്ളത്. അതൊക്കെ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ റെഗുലർ വ്യൂവേഴ്സിന് അതൊരു മടുപ്പായിട്ടുണ്ടാവും കേൾക്കുമ്പോൾ. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മുടി പോകും. അപ്പോൾ ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ മുടിയും നമ്മളെപ്പോലുള്ള മുടിയാണ്. അതായത് പാരമ്പര്യമായിട്ട് എൻ്റെ ആർക്കും തന്നെ നല്ലൊരു മുടിയോ കാര്യങ്ങളോ ഒന്നും ഉള്ളൊരു പാരമ്പര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടി മുട്ടോളം എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല.
ഉള്ള മുടി നഷ്ടപ്പെടാതെ നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മുട്ടോളം മുടി എത്തിക്കുക എന്നുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാണ്, നമ്മുടെ മുടി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. കൂടുതൽ മുടികൾ വരുന്നുണ്ട്, എൻ്റെ തല നിറയെ എനിക്ക് കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട്, മുടി ലെങ്ത് ആവുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ലെങ്ത് ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തായാലും 3 മാസം ആകുമ്പോൾ ഞാൻ അത് വെട്ടിക്കളയും. അത് എൻ്റെ ഒരു മുടിയുടെ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ മുടിക്ക് നിങ്ങൾക്ക് ലെങ്ത്ത് കാണാൻ പറ്റാത്തത്. 2 മാസം മുമ്പ് എൻ്റെ മുടി എത്രമാത്രം കട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണാം. ഏകദേശം ഈ ലെങ്ത്തോളം മുടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 2 മാസം കൊണ്ടാണ് എനിക്ക് ഇത്രയും മുടി വളർന്നു കിട്ടിയത്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒത്തിരി വോളിയം ഒക്കെ ഈ ചെറിയ ചെറിയ മുടികളൊന്ന് വളർന്നെത്തുമ്പോൾ വോളിയം താനെ തന്നെ കൂടിക്കോളും. എങ്കിലും ഹെയർ ഫോള് കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ ബെനിഫിറ്റാണ്. അപ്പോൾ അത്രയും ആൾക്കാർ നമ്മളുടെ കൂടെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് തുടർന്ന് നല്ല സപ്പോർട്ട് തന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടിപ്പറും കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.